നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മീനം രാശിക്കാരെ, അതായത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ കുറിച്ചാണ്. മീനം രാശിക്കാരുടെ വരാനിരിക്കുന്ന ഒരു പ്രധാന കാലഘട്ടത്തെക്കുറിച്ചാണ്. അതായത് 2026 ഏഴര ശനി മീനം രാശിക്കാരെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത്. ശനിഗ്രഹം ഒരാളുടെ രാശിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ജീവിതത്തിലും വളരെയധികം സ്വാധീനം ചെലുത്താറുണ്ട്. ജ്യോതിഷമനുസരിച്ച് 7.5 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സുപ്രധാന കാലഘട്ടമാണ് ഏഴര ശനി. പലപ്പോഴും ആളുകൾക്ക് ഈ സമയത്തെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാകാറുണ്ട്. 2026 ശനിയുടെ ഈ മാറ്റം മീനം രാശിക്കാർക്ക് ഗുണകരമാണോ അതോ ദോഷകരമാണോ എന്നും എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെ നമുക്ക് മനോഭാവം എന്ന് വിളിക്കാം. ഏഴര ശനി കാലഘട്ടത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ മിക്ക ആളുകളും വലിയ പരിഭ്രാന്തിയിലാകുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്നുകിൽ അവർ വലിയ മാനസിക വിഷമത്തിലാകും, അല്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലാകും. ഇത് സംഭവിക്കുന്നത് ശനി അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന ഗ്രഹമായതുകൊണ്ടല്ല, മറിച്ച് പലരും ഇതിനെക്കുറിച്ച് നൽകുന്ന തെറ്റായ വിവരങ്ങൾ കൊണ്ടാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സത്യമുണ്ട്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത്. നമ്മളെപ്പോഴും മോശമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഭയപ്പെടുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത്തരം നെഗറ്റീവ് സാഹചര്യങ്ങളെ നമ്മൾ അറിയാതെ തന്നെ ക്ഷണിച്ചു വരുത്തും. നേരെ മറിച്ച് ഈ കാലഘട്ടത്തെ ഒരു വെല്ലുവിളിയായോ അല്ലെങ്കിൽ നമ്മളെ തിരുത്താനുള്ള ഒരു അവസരമായോ കണ്ട് പോസിറ്റീവായി മുന്നോട്ടു പോയാൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. അതുകൊണ്ട് ഭയമല്ല, മറിച്ച് ശരിയായ അറിവും ശുഭപ്രതീക്ഷയുമാണ് വേണ്ടത്. ഇനി നമുക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ജ്യോതിഷപരമായ മാറ്റങ്ങളെക്കുറിച്ച് നോക്കാം. ശനി ഭഗവാൻ നിങ്ങളുടെ രാശിയായ മീനത്തിലേക്ക് വരുന്നത് നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമാണ്. ശനിഗ്രഹം രാശിചക്രത്തിലൂടെ സഞ്ചരിച്ച് ഒരു വട്ടം പൂർത്തിയാക്കി വീണ്ടും ഒരേ രാശിയിൽ തന്നെ എത്താൻ ഏകദേശം 30 വർഷത്തോളം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന്റെ തുടക്കമാണിത്. മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ശനി വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ്. അതിനാൽ ഓരോ രാശിയിലും ഏകദേശം 2.5 വർഷത്തോളം ശനി നിലയുറപ്പിക്കാറുണ്ട്. ഈ സമയം അത്രയും ആ രാശിക്കാരുടെ ജീവിതത്തിൽ ശനി വലിയ സ്വാധീനം ചെലുത്തുന്നു. 2026 സംഭവിക്കുന്ന മറ്റൊരു പ്രധാന മാറ്റം ശനിയുടെ നക്ഷത്രമാറ്റമാണ്. 2026 ജൂൺ പകുതിയോടെ ശനി അതിന്റെ നക്ഷത്രപാദത്തിൽ മാറ്റം വരുത്തും. നിലവിൽ നിൽക്കുന്ന ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നും മാറി രേവതി നക്ഷത്രത്തിലേക്കാണ് ശനി പ്രവേശിക്കുന്നത്. ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശി മാറുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ മാറുന്നതും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഫലങ്ങളിലും വ്യത്യാസങ്ങൾ വരുത്തും. ഇനി നമുക്ക് ശനിയുടെ ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ജ്യോതിഷമനുസരിച്ച് നിങ്ങളുടെ രാശിചക്രത്തിലെ 1-ാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. 1-ാം ഭാവം എന്നത് നമ്മുടെ ശരീരം, വ്യക്തിത്വം, സ്വഭാവം എന്നിവയെ സൂചിപ്പിക്കുന്ന ഇടമാണ്. കൂടാതെ ശനി ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ജന്മരാശി അഥവാ ചന്ദ്രരാശിയിലാണ്. മനസ്സിന്റെ അധിപനാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ നിങ്ങളുടെ ചിന്തകളിലും തീരുമാനങ്ങളിലും ശനിയുടെ ശക്തമായ സ്വാധീനമുണ്ടാകും. ചിലപ്പോൾ മനസ്സിന് ചെറിയ ഭാരമോ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതുപോലെയോ നിങ്ങൾക്ക് തോന്നാം. ശനി ഒരു സ്ഥാനത്ത് ഇരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് അവിടെയിരുന്ന് മറ്റ് പല ഭാവങ്ങളിലേക്ക് കൂടി നോക്കുന്നുണ്ട്. ശനി തന്റെ സ്ഥാനത്ത് നിന്ന് 3, 7, 10 എന്നീ ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. 3-ാം ഭാവം നിങ്ങളുടെ ധൈര്യം, സഹോദരൻ, ആശയവിനിമയം എന്നിവയെ സൂചിപ്പിക്കുന്നു. 7-ാം ഭാവം നിങ്ങളുടെ വിവാഹ ജീവിതം, പങ്കാളിത്ത ബിസിനസ്സുകൾ എന്നിവയെ ബാധിക്കുന്നു. 10-ാം ഭാവം നിങ്ങളുടെ ജോലി, പദവി, കർമ്മം എന്നിവയെ നിയന്ത്രിക്കുന്നു. ഈ 3 കാര്യങ്ങളിലും വരും വർഷങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. 2026 മീനം രാശിക്കാരെ സംബന്ധിച്ച് ബന്ധങ്ങളുടെ കാര്യത്തിൽ ശനി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇത് കേവലം ദോഷകരമായ ഒന്നല്ല,
മറിച്ച് പുതിയ അവസരങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ്. നിങ്ങളിൽ നിന്ന് ദൂരെ താമസിക്കുന്നവരോ വിദേശത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉള്ള ആളുകളുമായി വളരെ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈ കാലയളവ് സഹായിക്കും. ഇതുവരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആളുകളുമായി ഇടപഴകുവാനും അവരുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനുമുള്ള സാധ്യതകൾ കാണുന്നു. ഇത് ബിസിനസ് സംബന്ധമായ ബന്ധങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ സൗഹൃദങ്ങളോ ആകാം. നിങ്ങളുടെ നിലവിലുള്ള സർക്കിളിന് പുറത്തുള്ള ആൾക്കാരുമായി ആശയവിനിമയം നടത്താൻ ശനി നിങ്ങളെ പ്രേരിപ്പിക്കും. ഇത്തരം പുതിയ ബന്ധങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഗുണങ്ങൾ നൽകുന്നവയായിരിക്കും. മീനം രാശിക്കാരെ സംബന്ധിച്ച് ശനി നിങ്ങളുടെ ജാതകത്തിലെ 11, 12 ഭാവങ്ങളുടെ അധിപനാണ്. ജ്യോതിഷത്തിൽ 11ാം ഭാവം എന്നത് ലാഭത്തെയും വരുമാനത്തെയും ആഗ്രഹ സാഫല്യത്തെയും സൂചിപ്പിക്കുന്നു. 12ാം ഭാവമാകട്ടെ വിദേശവാസം, ദൂരയാത്രകൾ, വിദേശത്തു നിന്നുള്ള നേട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ 2 സുപ്രധാന ഭാവങ്ങളുടെയും അധിപനായ ശനി ഇപ്പോൾ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനർത്ഥം വിദേശത്ത് നിന്നുള്ള ലാഭവും അവസരങ്ങളും നിങ്ങളെ തേടി നേരിട്ടെത്താൻ പോകുന്നു എന്നതാണ്. നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 2026 മുതൽ നിങ്ങൾക്ക് അതിനുള്ള വലിയ അവസരങ്ങൾ തുറന്നു കിട്ടും. ജോലിക്കായുള്ള വിസ നടപടികൾ വേഗത്തിലാകാൻ ഇത് സഹായിക്കും. ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശ ബ്രാൻഡുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവർക്കും ഈ സമയം വലിയ സാമ്പത്തിക പുരോഗതിയുണ്ടാകും. നിങ്ങളുടെ കച്ചവടം വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നാട്ടിലിരുന്ന് വിദേശ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവർക്കും ഈ കാലയളവിൽ വരുമാനം വർദ്ധിക്കാനും പുതിയ പ്രൊജക്ടുകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നതാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള ആളുകളുമായും ആശയവിനിമയം നടത്താനും അതിലൂടെ നേട്ടമുണ്ടാക്കാനും ശനി നിങ്ങളെ സഹായിക്കും. അതിരുകളില്ലാത്ത വളർച്ചയുടെ ഒരു കാലഘട്ടമാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ശനി നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുന്ന ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഇത് കേവലം ബാഹ്യമായ മാറ്റങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റമാണ്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ശരിക്കും ഞാൻ ആരാണ്? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഗുണകരമാണോ? എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? എന്നിങ്ങനെ വളരെ ആഴത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരും. ഇത് നിങ്ങളുടെ ഭാവി രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ആത്മപരിശോധനയുടെ സമയമാണ്. ജ്യോതിഷമനുസരിച്ച് ചന്ദ്രനാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. ശനി ചന്ദ്രരാശിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പദ്ധതികളും ആഗ്രഹങ്ങളും വരും. എനിക്ക് ഇത് ചെയ്യണം, അത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. എന്നാൽ അത് പ്രായോഗികമാക്കാൻ തുടങ്ങുമ്പോൾ ചെറിയൊരു തടസ്സം അനുഭവപ്പെടാം. ശനിയെ ജ്യോതിഷത്തിൽ മന്ദൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ശനി വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ്. ശനിയുടെ ഈ സ്വാധീനം കാരണം നിങ്ങളുടെ സ്വഭാവത്തിലും ഒരുതരം പതുക്കെയാകൽ അല്ലെങ്കിൽ അലസത കടന്നുകൂടാൻ സാധ്യതയുണ്ട്. ഈ ജോലി ഇപ്പോൾ ചെയ്യണോ, നമുക്കിത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെയാകട്ടെ എന്ന മനോഭാവം നിങ്ങളെ പിടികൂടിയേക്കാം. മനസ്സിൽ ആവേശമുണ്ടെങ്കിലും ശരീരം അല്പം മടി കാണിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഈ അലസതയെ നിങ്ങൾ ബോധപൂർവം മറികടക്കേണ്ടതുണ്ട്. ശനി നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മുടെ കർമ്മത്തിലൂടെയാണ്. കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം ഒഴിവാക്കി കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ ശ്രമിച്ചാൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകും. നമ്മൾ ഇതുവരെ പറഞ്ഞത് പൊതുവായ ഫലങ്ങളാണ്. എന്നാൽ ഈ മാറ്റങ്ങൾ നിങ്ങളെ വ്യക്തിപരമായി എങ്ങനെ ബാധിക്കുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥാനമാണ്. അതായത് നിങ്ങൾ ജനിച്ച സമയത്ത് ശനി നിൽക്കുന്ന അവസ്ഥ വളരെ പ്രധാനമാണ്. എപ്പോഴാണ് ശനി ദോഷകരമാകുന്നത്? നിങ്ങളുടെ ജാതകത്തിൽ ശനി ഇനി പറയുന്ന അവസ്ഥകളിലാണെങ്കിൽ നിങ്ങൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശനി തന്റെ ബലം കുറഞ്ഞ അവസ്ഥയിലോ നീചത്തിലോ നിൽക്കുന്നത്. ശനി നിങ്ങളുടെ ജാതകത്തിലെ 6, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നത്. ജ്യോതിഷത്തിൽ ഈ ഭാവങ്ങൾ കടം, രോഗം, തടസ്സങ്ങൾ, നഷ്ടങ്ങൾ എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. ശനിക്ക് ശത്രുതയുള്ള ഗ്രഹങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതും ദോഷഫലങ്ങൾ വർദ്ധിപ്പിക്കാം.
ജാതകത്തിൽ ശനിക്ക് ബലം കുറവാണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പങ്കാളിയുമായി അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും വലിയ വഴക്കുകളിലേക്ക് നീങ്ങിയേക്കാം. പരസ്പര വിശ്വാസവും വിട്ടുവീഴ്ച മനോഭാവവും ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. വിട്ടുമാറാത്ത അസുഖങ്ങൾ അലട്ടിയേക്കാം. പ്രത്യേകിച്ച് അസ്ഥികൾ, സന്ധികൾ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിക്കണം. വീട്ടിലെ മറ്റ് അംഗങ്ങളുമായി ആശയവിനിമയത്തിൽ തെറ്റിദ്ധാരണകൾ മൂലം ബന്ധങ്ങളിൽ അകൽച്ച വരാതെ നോക്കണം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം. ഈ സമയത്ത് ദേഷ്യം നിയന്ത്രിക്കുകയും ക്ഷമയോടെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജാതകത്തിൽ ശനി ദുർബലനാണെങ്കിൽ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ തടസ്സങ്ങളും കാലതാമസവും അനുഭവപ്പെടാം. ഇത് നിങ്ങളെ മാനസികമായി തളർത്താൻ അനുവദിക്കരുത്. ശരിയായ മുൻകരുതലുകളും പ്രാർത്ഥനകളും വഴി ഇതിനെ മറികടക്കാം. എന്നാൽ എല്ലാവർക്കും ഏഴര ശനി ദോഷകരമാകില്ല. നിങ്ങളുടെ ജാതകത്തിൽ ശനി ശുഭസ്ഥാനത്താണെങ്കിൽ ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമായി മാറും. എപ്പോഴാണ് ശനി നിങ്ങൾക്ക് അനുകൂലമാകുന്നത്? ശനി അതിന്റെ ഏറ്റവും ഉയർന്ന ശക്തിയുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ ഉച്ചരാശിയിൽ നിൽക്കുക. ശനി അതിന്റെ സ്വന്തം വീടുകളായ മകരം അല്ലെങ്കിൽ കുംഭം രാശികളിൽ നിൽക്കുക. മറ്റ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ശനിയിൽ പതിക്കുക. ഇങ്ങനെയുള്ളവർക്ക് 2026 ജീവിതത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അവിശ്വസനീയ പുരോഗതി ഈ സമയത്ത് പ്രതീക്ഷിക്കാം. വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പ്രൊമോഷൻ, ശമ്പള വർധനവ് അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം സമൂഹത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കും. ശനി അച്ചടക്കത്തിന്റെ ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും ഭംഗിയായി നടപ്പിലാക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് ഈ സമയം വർദ്ധിക്കും. ഒരു വലിയ ടീമിനെ നയിക്കാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനോ ഉള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾ വളരെ ലളിതമായി പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യമായ ചെലവുകൾ കുറയുകയും സമ്പാദ്യം വർദ്ധിക്കുകയും ചെയ്യും. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാൻ തുടങ്ങും. വീട് പണിയാനോ ഭൂമി വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വലിയ വില നൽകും. കുടുംബത്തിലും സുഹൃത്തുക്കൾക്കിടയിലും ഒരു വഴികാട്ടിയായി നിങ്ങൾ മാറും. ഈ കാലഘട്ടം നിങ്ങളെ കൂടുതൽ പക്വതയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റും. ചുരുക്കത്തിൽ ശനി നിങ്ങളുടെ ജാതകത്തിൽ നല്ലതാണെങ്കിൽ ഈ ഏഴര ശനിക്കാലം നിങ്ങളെ തളർത്തുകയല്ല, മറിച്ച് നിങ്ങളെ ഒരു വലിയ നേതാവായി ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഏഴര ശനി കാലഘട്ടം എന്നത് വെറും കഷ്ടപ്പാടുകളുടെ സമയമല്ല, മറിച്ച് നമ്മളെ പക്വതയുള്ളവരാക്കി മാറ്റുന്ന ഒരു പരിശീലന കാലമാണ്. ഈ കാലഘട്ടത്തെ ജീവിതത്തിന്റെ ഒരു കണ്ണാടി എന്ന് വിളിക്കാം. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ലോകമല്ല യഥാർത്ഥമെന്ന് ഈ സമയം നമ്മളെ ബോധ്യപ്പെടുത്തും. കഷ്ടപ്പാടുകൾ വരുമ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ നിൽക്കും, ആരൊക്കെ നമ്മളെ കൈവിടുമെന്ന് തിരിച്ചറിയാൻ ശനി നമ്മളെ സഹായിക്കും. യഥാർത്ഥ സുഹൃത്തുക്കളെയും ശത്രുക്കളെയും തിരിച്ചറിയുന്ന ഈ പാഠം ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉപകരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.